ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ രാഘവനാണെങ്കിലോ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നെ അദ്ദേഹം നല്ലോണം മദ്യപിച്ചിട്ടുണ്ടല്ലോ, അത് കാരണം തന്നെ ആകെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. നിർത്താനായിട്ട് പറയുന്നു ഈ ഒരു ഫംഗ്ഷൻ. അതിനുശേഷം തന്നെ അയാളുടെ രീതിയിൽ വളരെയധികം കോമഡിയൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. സാഗറിനെയൊക്കെ ഒന്ന് അപമാനിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ചേച്ചി ഇതാരാണെന്ന് ചോദിക്കുന്നു. ഞാൻ ആരാണെന്ന് ചേച്ചിയോടല്ല ചോദിക്കേണ്ടത്, എന്നോട് ചോദിച്ചാൽ ഞാൻ കൃത്യമായി പറയുമല്ലോ, ഞാൻ ഈ വർഷയുടെ അച്ഛനാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് എല്ലാവർക്കും വീണ്ടും തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ എന്നെ ഇവരോരോരുത്തരും ചേർന്നിട്ട് എന്നെ അവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. ആരാണ് പൂട്ടിയിട്ടിരിക്കുന്നത്? ആ മഞ്ഞക്കിളി കണ്ടില്ലേ സ്റ്റേജിൽ നിൽക്കുന്നത്, അവൻ തന്നെയാണ് എന്നെ പൂട്ടിയിട്ടിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നതാണെന്ന് പറയുന്നു. പിന്നെ എൻ്റെ മകളുടെ വിവാഹം അത് എന്നോട് അനുവാദം ചോദിക്കാതെ നടത്തിയതേ തെറ്റ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയോ, ഇവനുണ്ടല്ലോ, ഇവന് ജോലി ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ഇവൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവനെ അങ്ങ് തേച്ചിട്ട് ഇവൾ എന്ത് ചെയ്തു, പണക്കാരുടെ അടുത്തേക്ക് അങ്ങ് ചാഞ്ഞു. എൻ്റെ മകൾ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ ഇവൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ചന്ദ്രദാസിനെ തന്നെ ആയിരിക്കുമെന്ന് അയാൾ ഉറപ്പിച്ച് പറയാം കേട്ടോ. ആ സമയത്ത് കൺമണിക്കാണെങ്കിലോ ദേഷ്യം വരുന്നത് കേട്ടോ. ഇത്രമേൽ നിങ്ങൾ പറയാനായിട്ട് നിങ്ങൾ വർഷയുടെ ആരാണ്? ഇവളുടെ സ്വന്തം അച്ഛനൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതിനും രാഘവൻ, ഞാൻ ഇവളുടെ സ്വന്തം അച്ഛനൊന്നുമല്ല, പക്ഷേ ഇവളുടെ വളർത്തച്ഛൻ ഞാനാണ്. അപ്പോൾ എന്നോട് പറയാതെ ഇവിടെ നടത്താനായിട്ട് പറ്റുമോ? മാത്രമല്ല ഇവളുടെ സ്വന്തം അച്ഛൻ ആരാണെന്ന് ഇവൾക്ക് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം, ഈ രാഘവൻ അറിയാം എന്നും പറയുന്നു കേട്ടോ. ആ സമയത്ത് വർഷയ്ക്ക് എന്തോ ഒരു ഞെട്ടൽ പോലെ ആവുന്നുണ്ട്. രാഘവൻ അത് വെറുതെ പറഞ്ഞതല്ലായിരിക്കും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്. കാരണം തൻ്റെ അച്ഛനെ രാഘവനെ അറിയാമെന്ന് ആരെങ്കിലും ഒരാൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, തൻ്റെ അച്ഛനെ അറിയാമെന്നുള്ളത്. പക്ഷേ ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് സത്യമായിട്ടും അതറിയുന്നുള്ളത് വർഷയ്ക്ക് ഉറപ്പായി. ആ സമയത്ത് പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും വസുന്ധര വിളിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ വസുന്ധര വിളിക്കുകയാണ്. ആ അച്ഛൻ ആരാണെന്ന് പറയാനുള്ള ടൈം കൊടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം തന്നെ ഇങ്ങോട്ട് പാടോ, തന്നെ ആരെങ്കിലും ഈ ഒരു കാര്യത്തിന് വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവരെ എല്ലാവരും ഞാൻ വിളിച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്, പക്ഷെ തന്നെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. ഇവിടെ ഒരു അനമ്പുണ്ടാക്കാതെ കടന്നു പോകാനായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് എന്തായാലും നടന്നിട്ട് പോയില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ശ്രീനാഥും കൃഷും കൂടി ചേർന്നിട്ട് അയാൾ എടുത്തുകൊണ്ട് പോകാണ്ടോ ചെയ്യുന്നത് അവിടുന്ന്. അതിനുശേഷം തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു റൂമിനകത്താക്കുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊരു മനുഷ്യനാണോ ആ പാവം വർഷയുടെ ഒരു നല്ല ഒരു ജീവിതം ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ രണ്ടടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷും അതുപോലെ ശ്രീനാഥും. ഇത് കിട്ടുന്നതോടുകൂടി രാഘവൻ ആകെ തളരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല, ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ വരികയില്ല എന്ന് പറയുന്നു കേട്ടോ. കാരണം ആ വർഷം എന്തിനായിരുന്നു ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ ഈ സ്റ്റേറ്റ് വിട്ടിട്ട് തന്നെ പൊയ്ക്കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെ രാഘവൻ പറയുന്നു കേട്ടോ. പാവല്ലേ വർഷ, അവളെ ഇങ്ങനെ കണ്ണീരാഴ്ത്തേണ്ട കാര്യമുണ്ടോ? ഇന്ന് അവളുടെ ജീവിതത്തിൽ നല്ലൊരു ദിവസമായിട്ട് പോലും നിങ്ങൾ അവളെ വെറുതെ വിട്ടില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇല്ല സാർ, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ഈ മസിലാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ കാലും കൈയും പിടിക്കുന്നു. അതിനുശേഷം ശ്രീനാഥിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കാട്ടോ അഭി. കാരണം അഭി വക്കീലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആരെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അടക്കം അഭി അവിടെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീനാഥ് രാഘവനെ വല്ലതും ചെയ്യുമോ എന്നുള്ള പേടിച്ചുകൊണ്ട് നടക്കുകയാണ് അഭി. ശ്രീനാഥ് രാഘവനോട്, രാഘവൻ എന്ത് പറ്റി, അയാളെന്തെങ്കിലും ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അയാളെ കൊല്ലേണ്ട കേസാണ്, പിന്നെ അടിച്ചവിടെ ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കൊല്ലേണ്ട കേസെന്നൊന്നും പറയാൻ പറ്റില്ല, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രീ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറയുന്നു. അയാൾ അങ്ങനെയൊന്നും ചാവില്ലെന്നേ, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് വർഷയും വിവേകും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അയാൾ എവിടെ? അയാൾ ആ റൂമിലിട്ട് അടിച്ചവട്ടി കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. ശ്രീയേട്ട, എനിക്ക് അയാളെ ഒന്ന് കാണണം. എന്തിനാ വർഷം നീ അയാളെ കാണേണ്ട ആവശ്യം എന്താ ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് അയാൾക്ക് അറിയാമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു. എടോ, ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി അതെല്ലാം പോരാഞ്ഞിട്ട് അയാൾ എന്തെങ്കിലും ഒരു ഈ പ്രശ്നം ഒന്ന് അലമ്പാക്കണമെന്ന് പറഞ്ഞതായിരിക്കും തൻ്റെ അച്ഛൻ അറിയാമെന്നുള്ളത്, അല്ലാതെ ഒന്നും ആവില്ല എന്ന് പറയുന്നു. അല്ല ശ്രീയേട്ട, സത്യമായിട്ടാണ് അയാൾക്ക് എൻ്റെ അച്ഛനെ അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മുന്നിൽ ആകെ വീണിട്ടുള്ളൊരു കച്ചിത്തുരുമ്പാണത്, എനിക്ക് അയാളോട് സംസാരിക്കണം എന്ന് പറയുന്നു. ഈ നീ ഇപ്പോൾ അയാളുടെ മുന്നിലേക്ക് പോകണ്ടെന്ന് എല്ലാവരും ആവർത്തിച്ച് പറയുന്നു, അഭിയടക്കം. അല്ല, എനിക്ക് അത് കുഴപ്പമില്ല, അയാൾ വെറുതെ പറഞ്ഞതാണ്, അയാൾക്ക് ഒരു തേങ്ങ അറിയില്ല എന്ന് പറയുന്നു. വിവേകാണെങ്കിൽ പക്ഷേ നമ്മുടെ അവിടെ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്, ഈ കാര്യം നീ അങ്ങ് വിട്ടേക്കെന്ന് പറയുന്നു. പിന്നെ കൺമണിയോട് നമ്മുടെ ശിവയും അതുപോലെ തന്നെ അഞ്ചും കൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഫംഗ്ഷൻ കുളമായിരുന്നു. പിന്നെ ആ ഡ്രസ്സിൻ്റെ കാര്യം, അതാണ് പറയേണ്ടത്. ആ ഡ്രസ്സ് എങ്ങനെ പിന്നീട് കിട്ടി?
അതൊരു കാര്യമുണ്ട്. ഈ ഡ്രസ്സ് 2 എണ്ണം ചെയ്യിപ്പിച്ചിരുന്നു ഞങ്ങൾ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട്, ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഞാൻ ഡിക്കിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കൃഷും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ബ്ലൗസ് എടുക്കാനായിട്ട് പറ്റിയതെന്ന് കൺമണി പറയുന്നു കേട്ടോ. അതെന്തായി നന്നായി, 2 എണ്ണം തയ്പ്പിച്ചത് കൊണ്ട് നമുക്ക് ആ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാനായി, അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമായേനെന്ന് അവർ രണ്ടുപേരും കൂടി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സുജുവിനോടും സാഗറിനോടും വസുന്ധര പറയുന്നുണ്ട്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു പ്രശ്നമില്ല ചേച്ചി, എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്താണ് നടക്കാനുള്ളത്, ഞങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു സെൽഫി എടുത്താലോ എന്ന് പറയുന്നു. അങ്ങനെ മാനസ ഉൾപ്പെടെ എല്ലാവരും കൂടി നല്ലൊരു സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വസുന്ധര വീട്ടിലെത്തിയതിന് ധനപാലനോട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം വർഷയുടെ ജീവിതത്തിൽ അടിയന്തരമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ധനത്തിനോട് വിഷമത്തോടു കൂടി വസുന്ധര ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, ധനം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, വർഷയുടെ എന്ത് കാര്യം വരുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ, ആ കുട്ടിയുടെ ജാതകത്തിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. നമ്മൾ നോക്കിച്ചതാണല്ലോ വസു, പിന്നെ ആ രാഘവൻ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കിയതിന് ആ കുട്ടി എന്ത് പഴിച്ചു. ഞാൻ വർഷയെ കുറ്റപ്പെടുത്തിയതല്ല ധനം, പക്ഷേ അവളുടെ ജാതക പ്രകാരം ഒന്നുകൂടി നമുക്കൊന്ന് നോക്കണം, നമുക്ക് ഈ വിവാഹം രണ്ടാമതൊന്ന് ആലോചിക്കണമെന്ന് പറയുന്നു. എന്താ വസു ഈ പറയുന്നത്, രണ്ടാമതൊന്ന് വിവാഹം വേണ്ടാന്നൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിവാഹം വേണ്ടാന്ന് വെക്കാനല്ല ഞാൻ പറഞ്ഞത്, ഒന്നുകൂടി ചിന്തിക്കണം എന്നേ അല്ലേ ഉള്ളൂ. എടോ, നീ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് പിള്ളേരുടെ മനസ്സിൽ വളരെയധികം വിഷമം ഉണ്ടാക്കേണ്ട കാര്യമില്ല, അവർ നല്ല സന്തോഷത്തിലാണിപ്പോൾ, നമുക്ക് നോക്കാടോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ധനം പറയുന്നു. ഈ സമയത്ത് മല്ലികാക്കയാണെങ്കിൽ ഇതെല്ലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പാവം വർഷപ്പാപ്പയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജാതകത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം എന്ന രീതിയിൽ പറയുന്നു. മല്ലിക ഒരുമ്പെട്ടാൽ അത് നടക്കുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അതിനുശേഷം തന്നെ വർഷ ആകെ ടെൻഷനായിട്ട് കിച്ചണിൽ നിൽക്കുന്നു. മറ്റൊന്നല്ല, വർഷയുടെ മനസ്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് അയാൾക്കറിയാം, അല്ലാതെ രാഘവൻ അറിയാമെന്നുള്ളത് ഉറപ്പാണ്. അയാളത് പറയാൻ ശ്രമിച്ചപ്പോഴേക്കും ആൻറ്റി അത് വിളിക്കുകയും ചെയ്തു. എനിക്ക് ജീവിതത്തിൽ ആരുമില്ലല്ലോ, എൻ്റെ അച്ഛനെ എനിക്ക് കണ്ടെത്തണം എന്ന രീതി തന്നെ വർഷം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ശിവ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ വർഷം നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ശിവ, എൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് ആ രാഘവൻ അറിയാമെന്ന് പറഞ്ഞു, എനിക്കത് അറിയണമെന്നുണ്ട്. എന്താ നീ ഇങ്ങനെ പറയുന്നത്? കാരണം അയാൾ വെള്ളം അടിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നല്ലാണ്ട് അയാൾക്ക് എന്തറിയാനാന്ന് പറയുന്നു. എൻ്റെ ശിവ, എൻ്റെ മുന്നിൽ വീണിട്ടുള്ളത് കച്ചിത്തുരുമ്പാണത്, എനിക്കറിയാം അയാൾക്ക് എല്ലാം അറിയാമെന്നുള്ളത്, എനിക്ക് അയാളോട് സംസാരിക്കണം, എൻ്റെ അച്ഛനാണെന്ന് എനിക്കറിയണം. ശിവ, എനിക്ക് ആരുമില്ല, അമ്മയില്ല, കൂടപ്പിറപ്പുകളില്ല, ആരും തന്നെ ഇല്ല, ഉള്ളത് ചിലപ്പോൾ രക്തബന്ധത്തിൽ എൻ്റെ അച്ഛൻ മാത്രമായിരിക്കും. എൻ്റെ അച്ഛൻ ഏത് പൊസിഷനിലിരുന്നാലും, ഉയർന്ന നിലയിലാണെങ്കിലും വളരെ സാധാരണ നിലയിലാണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല, ഒന്നിലേക്കും ഞാൻ ഇടപെടാൻ വരില്ല. പക്ഷേ ആളുകൾ ചോദിക്കില്ല എൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത്, അങ്ങനെ ഉത്തരം പറയാനെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനെ ആരാണെന്ന് അറിയണം. അതിനു വേണ്ടി തന്നെയാണ് ശിവ ഞാൻ നടക്കുന്നത്, എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിൽ നമ്മുടെ ശിവയോട് പറയുന്നുണ്ട്. വർഷയാണെങ്കിലോ ഇനി അച്ഛൻ്റെ പുറകെ ഒന്ന് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം ശിവയും ചിലപ്പോൾ ഒന്ന് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ വർഷയ്ക്ക് എന്തായാലും സ്വന്തം അച്ഛനെ തിരിച്ചറിയാനായിട്ട് പെട്ടെന്ന് പറ്റുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. കാരണം ശിവയുടെ അമ്മാവൻ കൂടിയാണല്ലോ വർഷയുടെ അച്ഛൻ. അങ്ങനെയാകുമ്പോൾ ഓരോരോ തെളിവുകളും ശിവയുടെ കയ്യിലോ ശിവയുടെ അമ്മയുടെ കയ്യിലും തന്നെ ഉണ്ടാവും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.